ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ക്ലാസ്സില് ഒരു 50 കുട്ടികളുള്ള ചെറിയൊരു ക്ലാസ്. അപ്പൊ അന്ന് ടീച്ചർ കുട്ടികൾക്ക് ചെറിയൊരു അസൈൻമെന്റ് കൊടുത്തു. നാളെ വരുമ്പോ ഒരു ചിത്രം കൊണ്ടുവന്ന് പറഞ്ഞു ഇതൊക്കെ കളർ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. യെസ്, അങ്ങനെ ഈ 50 കുട്ടികളും പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ 49 കുട്ടികളും വളരെ മനോഹരമായിട്ട് കളർ ചെയ്ത് ഭംഗിയായിട്ട് കൊണ്ടുവന്നു. അതിന്റെ എഡ്ജിൽ നിന്നൊക്കെ വിട്ടുപോകാതെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. യെസ്, അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ടീച്ചർ 49 കുട്ടികളെ നോക്കി. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. ടീച്ചർ വളരെ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. ഒരു കുട്ടി മാത്രം എന്ത് ചെയ്തു? അവൻ ചെയ്തത് ശരിയായിട്ടില്ല. അവൻ ചെയ്തത് ഈ ലെഡ്ജിന്റെ പുറത്തേക്ക് പോയി കളർ കോമ്പിനേഷൻ കറക്റ്റ് അല്ല, അങ്ങനെയൊക്കെ വന്നു. ടീച്ചർ അവനെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഒരുപാട് ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്നെ പറഞ്ഞു ഈ 49 കുട്ടികള് കറക്റ്റ് ആയിട്ട് വരച്ചു, നീ ഒരാൾ മാത്രമാണ് മോശമായിട്ട് വരച്ചത്. അതുകൊണ്ട് അവനൊരു മണ്ടനാക്കി ചിത്രീകരിച്ചു, അവൻ ഒരുപാട് ചീത്ത പറയുകയും ചെയ്തു. യെസ്, ടീച്ചറിന്റെ ദേഷ്യം അതുകൊണ്ട് അവസാനിച്ചില്ല. ടീച്ചർ എന്ത് ചെയ്തു? അവൻ വരച്ച ചിത്രവുമായിട്ട് നേരെ HMന്റെ മുറിയിലേക്ക് അവനെ കൂട്ടിച്ചു. HMനോട് പറഞ്ഞു, ഇത് കണ്ടോ, വളരെ 49 കുട്ടികൾ വളരെ മനോഹരമായിട്ട് വരച്ചു മാഡം, ഈ ഒരു കുട്ടി മാത്രം ഇവൻ മോശമായിട്ടാണ് വരച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ HMന് അതിലും കൂടുതൽ ദേഷ്യം. അന്ന് അസംബ്ലി കൂടിക്കഴിഞ്ഞപ്പോ HM എന്ത് ചെയ്തു? ഇവൻ വരച്ച ചിത്രം അസംബ്ലിയിൽ പൊക്കി കാണിച്ചു. ഇത് കണ്ട, നമ്മുടെ ഒരു മാന്യൻ വരച്ചിരിക്കുന്ന ചിത്രമാണ്, നോക്കി പൊക്കി കാണിച്ചു. യെസ്, അപ്പൊ ഈ അസംബ്ലി കൂടിയിരിക്കുന്ന സമയത്തും ആ കുട്ടി അവിടെയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 49 കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കന്മാര് വരച്ചു കൊടുത്തതാണ്. അതില് ഈ ഒരു കുട്ടി മാത്രമാണ് സ്വന്തമായിട്ട് ചെയ്തത്. യെസ്, അത് തിരിച്ചറിയുന്നിടത്താണ് ഒരു ടീച്ചർ ജനിക്കുന്നത്. അവിടെയാണ് ഒരു ടീച്ചർ വരുന്നത്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഗതി കാണുമ്പോൾ നമ്മൾ നേരിട്ട് അതിലേക്ക് എത്തില്ല, നമ്മൾ ഒരുപാട് മാറ്റി ചിന്തിക്കണം. അവിടെയാണ് ടീച്ചറിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ല ടീച്ചറാവും. യെസ്, അപ്പോ അവനെ സംബന്ധിച്ച് അവൻ ഏറ്റവും അധികം വെറുക്കുന്ന ടീച്ചർ ആ ടീച്ചറായിരിക്കും. ജീവിതത്തിൽ എത്ര ഉയർച്ചയിൽ വന്നു കഴിഞ്ഞാലും. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളും എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യണം? സംതിങ് ഡിഫറെന്റ്, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക. അതാണ് ടീച്ചറിന്റെ ഏറ്റവും കഴിവ്. യെസ്, സുധീലക്ഷ്മി. Yes, Sudhir. How are you, Sudhir? Yes. How are you, Sudhir? I'm fine, sir. Very good. Where are you from? I'm from Kottayam. Kottayam. Oh, yes. Very good. Yes, super. So, ഞാൻ ഒരു സിറ്റുവേഷൻ പറയാണ്. ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് 3 ആപ്പിൾ അവരുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവരത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ തക്കുളുവാവേ, അമ്മപ്പെടെന്താ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി ഇരിക്കുന്ന 2 ആപ്പിളും കൂടി കടിച്ചു വെച്ചു. അപ്പൊ ഇതിൽ നിന്ന് ശ്രുതിക്ക് എന്ത് മനസ്സിലായി? 2 ആപ്പിളും കുട്ടി കടിച്ചു. 2 അവന്റെ പ്ലേറ്റ് മുമ്പിൽ ഇരിപ്പുണ്ട്, 1 അവൻ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അമ്മയ്ക്ക് 1 എന്താന്ന് പറഞ്ഞപ്പോ അവൻ മറ്റു 2 കൂടി കടിച്ചു വെച്ചു. യെസ്, അപ്പൊ എന്ത് മനസ്സിലാക്കി ശ്രുതി ആ കുട്ടിയെ കുറിച്ച്? അമ്മ പറഞ്ഞു കൊടുക്കണം. അല്ല, ഒന്ന് ക്ലിയർ ആവുന്നില്ലല്ലേ ശ്രുതി? ക്ലിയർ ആവോ സാർ? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. അമ്മ പറഞ്ഞു കൊടുക്കുന്നുള്ളത് പറഞ്ഞു കൊടുക്കണം കുട്ടിക്ക്. കുട്ടീനെ സംബന്ധിച്ച് അത് രണ്ടും ടേസ്റ്റ് ചെയ്ത്. അപ്പൊ രണ്ടും കുട്ടിക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ശ്രുതി പറഞ്ഞത്. ക്ലിയർ ആവുന്നില്ല. അത് രണ്ടിന്റെയും ടേസ്റ്റ് അപ്പൊ അതുകൊണ്ട് കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ആയിരിക്കും കുട്ടി കൊടുത്തിട്ടുണ്ടാവും. Yes, very good answer. Very good. ഇതിലെ very good, Sudhi, very good. Your observation is very good. ഇവിടെ നമ്മൾ കുറച്ചു പേരെങ്കിലും ചിന്തിച്ചാൽ കാണും, ചിലപ്പോൾ ഈ കുട്ടിക്ക്
ആപ്പിൾ അമ്മയ്ക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ബാക്കി രണ്ടെണ്ണം കൂടി കടിച്ചു വെച്ചത്. അപ്പൊ ശ്രുതി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞു. അതായത് ഈ 2 ആപ്പിളും കൂടി കടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതാണ് അമ്മയെ കൂടുതൽ മധുരമുള്ളത് എന്ന് പറയാനാണ് കുട്ടി ആഗ്രഹിച്ചെങ്കിലും യെസ്, അപ്രീഷിയേറ്റ് യുവർ ഒബ്സർവേഷൻ. യെസ്, ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഒബ്സർവർ ആയിരിക്കും, നല്ല നിരീക്ഷകനായിരിക്കും. നമുക്ക് ചുറ്റുമുള്ള സംഗതികൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തത കണ്ടെത്താൻ പറ്റും. നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ അഖിലിന്റെ ടീച്ചർ പോകുന്നു അല്ലെങ്കിൽ ഒരു ടീച്ചർ പോകുന്നു എന്ന് പറയുന്നത് അത് ബഹുമാനത്തോടു കൂടി പറയണം. യെസ്, അല്ലെങ്കിൽ ആ പോണം സാധനം എന്ന് പറയാനിട വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോർച്ച് ഓഫ് ദ വേൾഡ് ആണ്, ലോകത്തിന്റെ പ്രകാശം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെ കുറിച്ച് നിങ്ങൾ കേട്ടതാണ്. ആ എഴുത്തുകാരിയുടെ ജീവിതത്തിൽ അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, ആനിയ സിൽവർ എന്ന് പറയുന്ന ഒരു ടീച്ചർ എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അറിയപ്പെടുമായിരുന്നില്ല. അപ്പൊ ഓരോരുത്തരുടെ ജീവിതത്തിലുമുണ്ട് അവരെ മാറ്റിമറിച്ച ഏതെങ്കിലും ഒരു വ്യക്തികൾ. യെസ്, അപ്പൊ ഞാൻ അനുശ്രീ. Yes, sir. Good morning. Okay. Yes, very good morning. I know. How are you, Anu? Fine, sir. Very good. How did you celebrate your Onam? It was fine. Very good. Where are you from? I am from Kalur. Ernakulam. You are from Kalur, Ernakulam district. Am I right? Yes, very good. Anu, shall I ask you a question? My question is this: who is your favorite teacher? Favorite teacher? Favorite teacher. When you were an high school student, who was your favorite teacher? That was my higher secondary physics teacher. Higher secondary physics teacher. His name was Sen. What is her name? Is Sen Sebastian. Sebastian. Very good. I know one more question. What are the qualities that you see in Sebastian teacher? What are the qualities that you? He was a good friend. Yes. Other than teaching, we had a good relationship. He had a good relationship between teachers and even teachers and other students and other office members, everyone. Yes. And he always used to help others, especially backward students, helping. Okay. So all these qualities attracted you to that miss, okay? Yes, sir. Okay, suppose, one more question. Suppose that if you are appointed as a teacher, whom you want to follow? Surely, sir. Surely this teacher. Okay. That is your favorite teacher. Okay, yes. Very good. Okay. Keep it up. Very good. Yes. അപ്പോ അനുവിന്റെ ഫേവറേറ്റ് ടീച്ചർ ആരാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇതുപോലെ നമ്മളെ കുറിച്ചും ചില ഫേവറേറ്റ് ടീച്ചറാണ് എന്ന് മറ്റുള്ളവർ പറയാനായിട്ട് നമുക്ക് ഇടവരുന്നത്. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. യെസ്, ഇപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ച് നമുക്ക് പറയാം. അത് പറയുന്നതിന് മുമ്പ് അഞ്ജു ജയസ്. Yes, Anju Jayes, where are you from? I'm from Pathanamthitta. Pathanamthitta. Oh, very good. അല്ലേ, അങ്ങ് വടക്കോട്ട് പോയി അല്ലേ? അഞ്ജു, ഞാനൊരു ചോദ്യം ചോദിക്കാനും ഒരു മലയാള ഭാഷകം പറയാം. ഓക്കെ. സിമ്പിൾ. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ടയിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ടടിച്ചു കൊന്നു. വിചാരിക്കും സംഭവതാണ്. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ടയിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ടടിച്ചു കൊന്നു. ഞാൻ ഈ പറഞ്ഞ വാചകം ഒന്ന് ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് പറയാൻ പറ്റും. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഏതാണ്ട് കാര്യത്തിൽ കൂടി പോയാൽ ഞാൻ ഇന്നലെ രാവിലെ പത്തനംതിട്ടയിൽ വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ടയിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ടടിച്ചു കൊന്നു.
അടിക്കാന്നുള്ളതിന് എഴുതാം. പാമ്പ്, സ്നേക്ക് അറിയാലോ, വാക്കുകളൊന്നും കിട്ടാറില്ല. യെസ്, പറഞ്ഞു നോക്കി. Yesterday morning, snake at 10 a.m. Yes. Okay. അവിടെ നിൽക്കട്ടെ. കീർത്തന പ്രസാദ്, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെക്ക് ഒരു സെന്റൻസ്. എല്ലാവരും കൂടെ നമുക്ക് പറയിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചു. കീർത്തന പ്രസാദ്. യെസ്. ഷിജിനാസ് സ്പീക്കിംഗ്. Yes, sir. ഒന്ന് പറഞ്ഞു നോക്കിയേ ഷിജിനെ. ഷിജിനയുടെ നാട് എവിടെയാണ്? എന്റെ കൊടുങ്ങല്ലൂർ. യെസ്. വെരി ഗുഡ്. അപ്പൊ ആ പത്തനംതിട്ട എന്നുള്ളത് മാറ്റിയിട്ട് കൊടുങ്ങല്ലൂരിലായിരിക്കും. കൊടുങ്ങല്ലൂർ വഴിയാണല്ലോ പത്തനംതിട്ട പോകുന്നത്. യെസ്, ഓക്കെ. ഷിജിന, പത്തനംതിട്ട മാറ്റി കൊടുങ്ങല്ലൂരായിരിക്കും. ഞാൻ ഇന്നലെ രാവിലെ കൊടുങ്ങല്ലൂരിൽ വെച്ച് പാമ്പിനെ വടികൊണ്ടടിച്ച് 10 മണിക്ക് കൊന്നു. യെസ്, കുഴപ്പമില്ല. നോ പ്രോബ്ലം. അതൊന്നും നിങ്ങൾ ടെൻഷൻ ആയിരിക്കേണ്ട, നമുക്ക് റെഡിയാക്കി എടുക്കാം. യെസ്, ഇവിടെ നമ്മുടെ അറിവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ അറിവില്ലായ്മയെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. നമുക്ക് എന്ത് അറിയാൻ പാടില്ല എന്നുള്ള നമ്മുടെ തിരിച്ചറിവില്ലേ, അത് വലിയൊരു അറിവാണ്. യെസ്, അത് നമ്മളെപ്പോഴും yesterday കൊടുങ്ങല്ലൂർ snake. Okay, yesterday കൊടുങ്ങല്ലൂർ snake. Death. Yes. Okay. Very good. Yes. നമുക്ക് ഈ വിഷയത്തോട്ട് വരാം. അപ്പൊ നിങ്ങൾ മനസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഈ സംഭവം വരിക എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഓരോരുത്തരും ഇപ്പൊ 2-3 പേര് പറഞ്ഞപ്പോ ഞാനിപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിലേറ്റവും വരാട്ടെ. ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഐഡിയാസ് ഉണ്ട്, പക്ഷെ ചില വാക്കുകൾ കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നതാണ്. യെസ്, അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മളൊരു കാര്യം തീരുമാനിക്കും. എല്ലാ ദിവസവും ഒരു പുതിയ വാക്ക് വെച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ ഏകദേശം 10:51. അപ്പൊ ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നു 9/9/2025 10:51 നമ്മൾ തീരുമാനിക്കുന്നു. ഈ നിമിഷം മുതൽ നമ്മൾ എല്ലാ ദിവസവും ഒരു വാക്ക് പുതിയത് ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെ 365 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 365 പുതിയ വാക്കുകൾ വന്നു. ഞാൻ ഈ പറഞ്ഞ ഈ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മക്കളെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കണം. അപ്പൊ അവരുടെ കയ്യിലുള്ള വൊക്കാബുലറിയില് അത് കൂടും, അത് വർദ്ധിക്കുമെന്ന്. യെസ്, അപ്പോ എടുക്കുന്നതിന് മുമ്പോ ഒരു വാക്ക് ഒരെണ്ണം പഠിക്കും. അപ്പൊ നമ്മളൊരു വാക്ക് പഠിച്ചു, അപ്പോളജൈസ്, മാപ്പ് പറയുക. നാളെ അടുത്ത് പഠിക്കുമ്പോൾ ഇന്നലെ പഠിച്ചൊന്ന് റിവൈൻഡ് ചെയ്തേക്കും. ഇന്നലെ നമ്മൾ നോക്കിയത് ഓക്കെ കറക്റ്റ്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ വാക്ക് വെച്ചിട്ട് അവനോടൊന്ന് പറഞ്ഞേക്കാം. അപ്പൊ നമ്മുടെ മനസ്സിലാകേണ്ട പതിഞ്ഞു. അപ്പൊ എന്ത് പറയണം? ഓക്കെ അല്ലേ? ഈ നിമിഷം മുതൽ ഓക്കെയാണ്. ഓക്കെ ഫാത്തിമ. ഓക്കെ ഡബിൾ ഓക്കെ. യെസ്, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് ഓക്കെ, വെരി ഗുഡ് ആർസു. യെസ്, നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഓരോ ക്ലാസ്സിൽ വേറൊരു രീതിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. അത് വേറെ രസകരമായ രീതിയിലാണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആ വർഷത്തോട് വന്നിട്ടുണ്ടാവില്ല, അത് നമുക്ക് റെഡിയാക്കി. യെസ്, അപ്പൊ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് വരികയാണ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് പാമ്പിനെ വെടികൊണ്ടടിച്ച് കൊന്നു. യെസ്, അപ്പൊ ഈ ഒരു ഞാനിത് ലെങ്ത് ആയിട്ടുള്ളത് പറഞ്ഞത്. ഇത് നിങ്ങൾ അന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10-20 പേരെയൊക്കെ കാണാനും പഠിക്കണം, കാര്യങ്ങൾ അറിയാം. പിന്നെ നമുക്ക് അത് ഇംഗ്ലീഷിനോട് ആക്കാനും അറിയാമെങ്കിൽ പിന്നെ പഠിക്കണം. പിന്നെ നമുക്ക് കഥ മനസ്സിലാക്കി വെച്ചാൽ മതി. യെസ്, പിന്നെ അവിടെ നിന്ന് അതിനങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നീട് ആ ബുദ്ധിമുട്ട് മാറി വരും. അപ്പൊ വിഷയത്തേക്ക് വരാം. ഇംഗ്ലീഷും മലയാളവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എഴുതുന്ന കാര്യം. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ
ഇത് അറിയാവുന്നവരെ ഉദ്ദേശിച്ചിട്ടല്ല. ഇതിനകത്ത് ഇപ്പൊ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അറിയാവുന്നവരുണ്ടാവും, അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. അപ്പൊ അറിയാൻ പാടില്ലാത്തവരെ കൂടി കൈപിടിച്ച് നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം. അപ്പൊ അവരെ കൂടി നമുക്കൊന്ന് ചേർത്ത് പിടിക്കണം. ഓക്കെ, യെസ്. കാരണം എന്താണെന്നറിയാം, ഏറ്റവും മണ്ടനായിട്ടുള്ള ആളുകളാണ് ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചിട്ടുള്ളത്. ഞാൻ പറയും, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആളുകൾ ബാക്ക് ബെഞ്ചിലിരുന്നവരാണ്. എന്റെ മക്കളെ, പരീക്ഷയിലെ വിജയത്തെയും ജീവിതത്തിലെ വിജയത്തെയും രണ്ടും രണ്ടായിട്ട് കാണുക. ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് ഒരു 3/4 ആളുകൾ പിന്നീട് എങ്ങോട്ടാണ് പോയിട്ടുണ്ട്. പക്ഷെ ഫുൾ A+ കിട്ടാതിരുന്ന പല ആളുകളും ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിലെ വിജയവും പരീക്ഷയിലെ വിജയവും രണ്ടും രണ്ടാണ്. യെസ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. യെസ്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് അറിയാൻ പാടില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാം. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണോ പരീക്ഷയിൽ വിജയിക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ വിഷയത്തോട് വരെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ ചായ കുടിച്ചു. മലയാളത്തിലാണ് പറയുന്നത്, ഞാൻ ചായ കുടിച്ചു. അപ്പൊ ഞാൻ പിന്നെ ചായ പിന്നെ കുടിച്ചു. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോ ഞാൻ കുടിച്ചു ചായ എന്ന് പറയും. ഇതാണ് വ്യത്യാസം. അപ്പൊ ഐ ടീയിൽ നിന്നല്ല, ഐ ഡ്രാങ്ക് ടീ, ഞാൻ കുടിച്ചു ചായ എന്ന് പറയണം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ നമ്മളൊരു സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച്, എഴുതാൻ അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ച് ആദ്യം നമ്മൾ എഴുതുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യെസ്, ഷോർട്ട് ഫോം നമ്മൾ പറയുന്നത് യെസ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അയാള്. യെസ്. അപ്പൊ ഇവിടെ നോക്കി, സബ്ജക്റ്റ് ഞാനല്ലേ പാമ്പിനെ കൊന്ന് ആയി അവിടെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വെർബാണ്. പി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ്, ക്രിയ, ഞാൻ ചെയ്ത പ്രവൃത്തി. ഞാൻ എന്താ ചെയ്തത്? ഞാൻ കൊന്നു, ഐ കിൽ. സബ്ജക്റ്റായി, വെർബായി. പിന്നെ വേണ്ടത് ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് whom or what, ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് പിന്നെ എഴുതേണ്ടത്. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. ആ ആൻസർ ആണ് മൂന്നാമത് എഴുതേണ്ടത്. അപ്പൊ നോക്കി, ഞാൻ ചോദിക്കുകയാണ്, ആരെ കൊന്നു? ഒരു പാമ്പിനെ. അപ്പൊ എസ്. എവിടം വരെ? ഐ കിൽഡ് എസ്. സബ്ജക്റ്റായി, വെർബായി, ഒബ്ജക്റ്റായി. ഇനി വേണ്ടത് എം, മാനർ. മാനർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊന്നു? വടികൊണ്ടടിച്ച്. അപ്പൊ ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. പിന്നെ വേണ്ടത് പി, പ്ലേസ്. എവിടെ വെച്ച് കൊന്നു? അറ്റ് കൊടുങ്ങല്ലൂർ. അത് കറക്റ്റായി. പിന്നെ വേണ്ടത് ടൈം, എപ്പോൾ കൊന്നു? യെസ്റ്റർഡേ അറ്റ് 10 o'clock. അപ്പൊ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ ഇങ്ങനെ വെച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെന്റൻസ് പോകില്ല. സബ്ജക്ട് SVOMPT മറക്കാതെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. SVOMPT, സബ്ജക്ട്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതെല്ലാതെയും എഴുതാട്ടോ. ഞാനിത് ഒട്ടും എഴുതാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. SVOMPT, സബ്ജക്ട്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. യെസ്. ഇനിയിപ്പോ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഓബ്ജക്റ്റ് ഇല്ല. അപ്പൊ അതെവിടേക്കാം? അടുത്തടുത്തേക്കാം. മാനർ. സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്ത ആള്. വെർബ്, ചെയ്ത പ്രവൃത്തി. ഓബ്ജക്റ്റ്, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. മാനർ, എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. പി, പ്ലേസ്, എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ടി, ടൈം, എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്രമത്തില് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടണം. സോ അപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറയാണ്. ഒരു ഇന്റർവ്യൂവിന് പോയാൽ, അല്ല ഒരു ജോലി നിങ്ങൾക്ക് ടീച്ചറിന്റെ നേഴ്സറി ടീച്ചറെ കിട്ടണമെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ
ലെന ലക്ഷ്മിയാണ് കയറി വരുന്നത് വിചാരിച്ചു. ലെന ലക്ഷ്മി ഇന്റർവ്യൂവിൽ അന്ന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കയറി വരികയാണ്. നെഞ്ചോട് ചേർത്ത് പിടിച്ച വയലക്കായിട്ട് പറയുന്നു, വാതിലിൽ വന്ന് മുട്ടുന്നു, കമ്മിങ് എന്ന് പറയുന്നു, ലെന അകത്തേക്ക് വരുന്നു. ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നു, പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുന്നു. ലെന അവിടെ ഇരിക്കുന്നു. ഫയൽ എടുത്ത് കൊടുക്കുന്നു. ഫയൽ എടുത്ത് കൊടുത്തതിന് ശേഷം ചോദിക്കുന്നു, യുവർ നെയിം ഈസ് ലെന. ലെന എന്ന് പറയുന്നു, യെസ് സാർ, മൈ നെയിം ഈസ് ലെന. ലെന, പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. ഐ വിൽ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ലെനയെ ഒന്ന് പരിചയപ്പെടുത്തും. കാരണം ഞാനാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആണെങ്കിൽ എനിക്ക് ലെനയെ അറിയില്ല. ഞാൻ നടത്തിക്കൊണ്ട് പോകുന്ന സ്കൂളിലേക്ക് ലെന പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലെനക്ക് ഞാൻ ആദ്യം ഒരു ചാൻസ് കൊടുക്കുകയാണ്. ലെന, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. അവിടെ അത് നിങ്ങളുടെ കോർട്ടിലേക്ക് അവരെടുത്ത് തരുന്നൊരു പന്താണ്. യെസ്, അത് നല്ല വിദഗ്ധമായിട്ട് നല്ല രസകരമായിട്ട് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂ മെമ്പറും മാനേജറും നോക്കാം, മതി, ഈ കുട്ടി മതി. യെസ്, അതിൻ്റെ അകത്ത് നമ്മൾ പോയാലോ വേണ്ട, അടുത്തൊരു വിളിക്കും, ഇരിക്കല്ലോ, അല്ലെങ്കിൽ പറയാം അറിയിക്കാട്ടോ, അറിയിക്കാട്ടോ എന്ന് പറയുന്നത് വേണ്ട എന്ന് പറയുന്നതിന്റെ വേറൊരു രീതിയാണ്. അത് കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. യെസ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് കറക്റ്റ് സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ല, അപ്പൊ നമ്മൾ എക്സ്ക്യൂസ് മീ ഫോർ ബീയിങ് ലേറ്റ് അല്ലെ, എക്സ്ക്യൂസ് മീ ഫോർ താമസിച്ചു പോയി ക്ഷമിക്കണ്ട. അത് നമുക്ക് വേറെ രീതിയിൽ പറയാം, പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ് ഫോർ നോട്ട് കീപ്പിംഗ് ദ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് വേറെ ലെവലായിട്ട് പറയുന്ന മാത്രം ഇതിന്റെ സംഭവം. യെസ്, അപ്പോ വേണ്ട എന്നുള്ളത് അറിയിക്കാം എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഒഴിവാക്കി മാറ്റുന്നത്. അപ്പോ ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത് കാണാപ്പാടം പഠിച്ചു വെക്കുന്നത്. കാരണം ലെന വന്ന് പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് സാന്ദ്രയും പറയുന്നത്, അത് തന്നെയാണ് നർമ്മിതയും പറയുന്നത്. അപ്പൊ കേൾക്കുന്ന ആൾക്ക് എന്താ മനസ്സിലാവുക, ഇത് എവിടെ കോപ്പി പിടിച്ചുകൊണ്ടെന്നാണ് ഒറ്റ മോഡലാണെന്നാണ്. അവിടെ ഒരു ഡിഫറൻറ്റ് വരണം. നിങ്ങൾ വേണമെങ്കിൽ അത് കേട്ടോ, അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റണം. യെസ്, ചിലപ്പോൾ നിസ്സാരം സംഭവിക്കുള്ളൂ. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റി എഡിറ്റ് ചെയ്ത് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി അതിനകത്ത് കൊടുത്ത് വേറൊരു ലെവലാക്കാം. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. പണ്ടൊരിക്കലും നമ്മുടെ IV ശശി എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ എന്ന് പറഞ്ഞ് അറിയാൻ പറ്റും. സിനിമാ നടി സീമ എന്ന് പറയുന്ന സിനിമാ നടിയുടെ ഭർത്താവായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ശബരിമലയ്ക്ക് പോയി. ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അപ്പൊ ശബരിമലയിലോട്ട് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു സ്ഥലത്ത് കുറച്ച് ആൾപ്പെട്ടു. അപ്പൊ IV ശശി അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചു, എന്താ ഇവിടെ നിങ്ങൾ കൂടി നിൽക്കുന്നത്, എന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ ഒരു പുലി വന്നതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്, പാട് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. IV ശശി അത് കഴിഞ്ഞ് നേരെ ശബരിമലയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം ലോഹിതദാസ് എന്ന് പറയുന്ന ഒരാളോട് പറയുന്നു, തിരക്കഥാകൃത്തായിട്ടുള്ള ലോഹിതദാസ് എന്ന് പറയുന്നത്. അതാണ് മൃഗയ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയിലോട്ട് വരുന്നത്. ഒരു ഇൻസിഡന്റ് ആണ്, ഒരു സ്ഥലത്ത് ഒരു പുലി വന്നു. യെസ്, ആ ഒരൊറ്റ ഇൻസിഡന്റിൽ നിന്ന് ഒരു കഥ ഉണ്ടാക്കി. അതേപോലെ എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങൾ എപ്പോഴും ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി നന്നായിട്ടുള്ള ആൾക്കാർക്ക് വേറൊരു ലെവലായിരിക്കണം. എല്ലാവരും പറയുന്നത് പോലെ പറയാനല്ല. ഹരിത ടീച്ചർ എന്തെങ്കിലും പറയണെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാകുമെന്ന് കുട്ടിയുടെ മനസ്സിൽ വരണം ആ ലെവലിലോട്ട്. യെസ്, അപ്പൊ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും അതൊക്കെ എന്തായിരിക്കണം, എല്ലാവരും ഓരോ മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്നെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ആവരുത്. സംതിങ് ഡിഫറെന്റ്, സംതിങ് എന്തെങ്കിലും ഡിഫറെന്റ്. യെസ്, അപ്പൊ ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോ സെൽഫ് ഇൻട്രൊഡക്ഷൻ നോക്കി പഠിച്ചു വെച്ചു. ആ പഠിച്ചു വെച്ച് കഴിഞ്ഞ ശേഷം അത് അതുപോലെ തന്നെ പറയണ്ട, നമ്മളതൊന്ന് എഡിറ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഈ സാധനം നമ്മളങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്റർവ്യൂ കൊണ്ടിരിക്കുന്ന ആള് അതിനകത്ത് വീഴും. യെസ്, കൊള്ളാം, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം, കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും, വെരി ഗുഡ്, വെരി ഗുഡ്, നമുക്ക് സെലക്ട് ചെയ്യാം. യെസ് എന്ന് അവർ പറയാം. യെസ്, അപ്പൊ ആ ലെവലിലൂടെ നമ്മളൊന്ന് വരണം. ഇന്റർവ്യൂ കഴിഞ്ഞാലല്ലേ അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. യെസ്, ഇന്റർവ്യൂ കഴിയാൻ പറ്റുമോ? അപ്പൊ അത് നമുക്ക് പാസ്സാവാനുള്ള പല ടെക്നിക്കുകളും നമുക്ക് നോക്കണം. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇൻപുത കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് പഠിക്കും.
കഴിയാവുന്നത് നിങ്ങൾ എന്നോട് ഇവിടെ ക്ലാസ്സിൽ പറയുമ്പോഴും നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ നിങ്ങൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ പറയണം സാറേ ഞാനൊരു ഇംഗ്ലീഷിൽ ഒരു കഥ പറയട്ടെ, ഞാനൊരു കഥ പോയിട്ട് അത് പറഞ്ഞു. നിങ്ങളത് പറയുമ്പോൾ അത് കേൾക്കാൻ ഞങ്ങൾ തിന്ന് തരുന്നുണ്ടല്ലോ. നമ്മൾ ഓഡിയൻസ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. യെസ്, അപ്പൊ ഞങ്ങളത് കേൾക്കുന്നു. യെസ്, ഞാനൊരു കഥ പറയാം ഇംഗ്ലീഷിൽ. ഓക്കെ, അതല്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പോയി. അവിടെ ഞാൻ പോയ സംഭവം, അവിടെ നടന്ന സംഭവം ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ. നിങ്ങൾ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. ഇനി കഴിയാവുന്നത്ര കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് അങ്ങനെ പറയും. രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു, ആ ഉറങ്ങാൻ കിടന്നതിന് ഉറക്കം വരുന്ന സമയമേ, അത്രയും സമയത്തിന്റെ ഉള്ളിൽ അന്ന് നടന്ന സംഭവങ്ങൾ നിങ്ങൾ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. അങ്ങനെ പറയാം. ടുഡേ ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. എന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്, പല്ല് തേച്ചു. Then I took my bath and കുളിച്ചു. Then I went to my neighbors, my friend's house. എന്റെ കൂട്ടുകാരെ വീട്ടിൽ പോയി. അങ്ങനെ നടക്കുന്നത് നമ്മൾ പറഞ്ഞു നോക്കും. മനസ്സിനോട് പറഞ്ഞാൽ മതി. അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ എന്താ അത് റെഡിയായി. യെസ്, അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉറപ്പ് കൂടി അങ്ങനെ വന്ന് തന്നെ വീട്ടിൽ നോക്കി. അപ്പൊ ഇത് മുതൽ നമ്മളങ്ങനെ ചിന്തിക്കുക. ഓരോ ദിവസവും നടന്ന സംഭവങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷ് അറിയോ? ഓക്കെ, എത്രയോ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് സാധ്യമുള്ള കാര്യം ചിന്തിച്ചൂടെ? ഓക്കെ വിദ്യ, ഓക്കെ ലേന, ഓക്കെ ശ്രുതി. യെസ്, നമ്മളങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെ അൻഷു, നമ്മളങ്ങനെ ചിന്തിക്കുന്നു. നമ്മുടെ വിദ്യ ഓക്കെ, അതിനൊക്കെ ഓക്കെ രേഷ്മ, ഫാത്തിമ ഓക്കെ. അങ്ങനെ ചിന്തിച്ചിട്ട് ഓക്കെ ആക്കില്ല, നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ ആർസു, നമ്മളൊന്ന് നിർമ്മിത ഓക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ അനുശ്രീ, ഷിജിന, സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനർ, പ്ലേസ്, ടൈം ഇല്ലെങ്കിലും കുഴപ്പമില്ല. സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് ഇത്രയും തന്നെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ സെന്റൻസ് കറക്റ്റ് ആയി. യെസ്, ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ളത് അത് മൂന്നാമത് പറയാം. യെസ്, ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് മൂന്നാമത്. അതുകൊണ്ട് അടുത്താണ് മലയാളത്തിൽ പറയാം, പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് മൂന്നാമത് വരും. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാനിപ്പോ നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ജീന സനീഷ്, ജീന. യെസ്, നിങ്ങൾ അങ്ങനെ പേടിച്ചു നിൽക്കേണ്ട കാര്യമുണ്ട്. ഇനി എന്ത് പുരുഷനാവോ ഇന്ന നേരം വരാൻ പോകുന്നത് ഈ വെച്ചിട്ട് ഇതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ആർസു, ആർസു നവാസ്. Yes, sir. Yes, sir. Okay, how are you, Arsu? I am good, sir. I am good, sir. Very good, very good, very good, very good. Arsu, please give an introduction about yourself. Arsu, Arsu എന്ന് പരിചയപ്പെടും. എന്താണ് പേര്? Good morning. പേരറിയാം, എന്നാലും Good പറഞ്ഞു morning. എവിടെ നിന്നാണ് വരുന്നത്, എന്തുവരെ പഠിച്ചു, എന്താണ് ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആർസു, ആർസു എന്ന് പരിചയപ്പെടുത്തും. Yes, Jeena, I will come to you. Okay. Good morning, sir. Good morning. I am Arsu Nawaz, coming from I am from Patnapuram. I want to be a good teacher. Yes. And thank you. Thank you. Okay. അവിടെ നിന്നിട്ട് ജീന, ഞാൻ ജീനോട് വരാം. ഒറ്റ മിനിറ്റ്. രേഷ്മ കേസി, രേഷ്മ. Yes, sir. ഓക്കെ, രേഷ്മ, ഇപ്പൊ ആർസു പറഞ്ഞ ആ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് രേഷ്മയ്ക്ക് തോന്നി? ഉൾപ്പെടുത്താനായിട്ട് ഗ്രാജുവേറ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല, ക്വാളിഫിക്കേഷൻ പറയാൻ കിട്ടുകയും അല്ലേ? പിന്നെ എന്തെങ്കിലും സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. സ്പെഷ്യൽ ടാലന്റ് ഉണ്ടെങ്കിൽ പറയാൻ ആർസു വിട്ടുപോയി. ഓക്കെ, പിന്നെ ഫാമിലിയെ പറ്റി പറഞ്ഞില്ല. ഭാര്യയിലാണോ കുട്ടികളുടെ ഫാമിലിയെ പറ്റി പറഞ്ഞിട്ടില്ല. യെസ്, ഓക്കെ. പിന്നെ ഓക്കെ അല്ല ഓക്കെ നമുക്ക് ആർസുവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആർസുവിന് പെട്ടെന്ന് കിട്ടിയ ചാൻസ് ആണ്. ടെൻഷൻ അടിച്ചിട്ടാണ് ആർസുവിന് അത് പറയാൻ പറ്റില്ല. അപ്പൊ ഉള്ളിൽ അത് ഉണ്ടാവും. ഇനി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ എന്താവും? അത് കറക്റ്റ് ആവും. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം കേട്ടോ.
Gina, give an introduction about yourself. My name is Zina. Vanda, Kollam. Yes. Yes. My qualification is BSc Electronics. Yes. I'm a housewife. Yes. Then my habits, just gardening. Yes. Extra, and nothing. Yes. Okay. Gina, ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ടോ? No. No. Yes. Okay. Very good. Okay. ഇനി നമുക്ക് അത് നോക്കണം. Okay. Very good. പിന്നെ റെഡിയാക്കി എടുക്കാം. Yes. Okay. പറയാനായിട്ടുള്ള Gina, പറയാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് പറ്റും എന്നൊരു ചിന്തിക്കുക. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് വലത് കൈകൊണ്ട് ഇടത് തോളിൽ തട്ടിയിട്ട് പറയാം, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്നു. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടും. യെസ്, യു ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. നിങ്ങളൊരു മാസ്റ്റർ പീസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അല്ലാതെ നെഗറ്റീവ് ചിന്തയുള്ള സംഗതികൾ കളയാം. യെസ്, യു ആർ an efficient, you are enthusiastic, അപ്പൊ you are talented. അപ്പൊ വലത് കൈകൊണ്ട് ഇടത് തോളിൽ തട്ടിയിട്ട് നിങ്ങൾ പറയുന്നു, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം തോന്നും. യെസ്, അപ്പൊ ആ ഒരു ലെവലിലോട്ട് വരും. നേരത്തെ പറഞ്ഞു ആർസു മനസ്സിലെ കുറെ ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ ആർസു പറഞ്ഞപ്പോ അത് ഇങ്ങോട്ട് വന്നില്ല. ഒരു സംഭവം പറയുകയാണ്. സംഭവം ചോദിച്ചു ചോദിക്കേണ്ടതാ മതി. ഒരു പള്ളിയിലെ അച്ഛൻ പറയാതെ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി പറയും. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് പ്രസംഗിക്കാനാണ്. പ്രസംഗിക്കാൻ ഭയങ്കര പേടിയാണ്. പുള്ളി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പള്ളിയിലച്ഛനായതാണ്. അപ്പോ അദ്ദേഹം ഒരു ഇടവകയിൽ ചാർജ് എടുത്ത് കഴിയുമ്പോൾ പിറ്റേ ഞായറാഴ്ച പുള്ളി പ്രസംഗിക്കണമെന്ന് പുള്ളിയോട് അവിടുത്തെ മെയിൻ വികാരി പറഞ്ഞതനുസരിച്ച് പുള്ളി ഒരു പ്രസംഗം എഴുതി ഉണ്ടാക്കി. അത് കാണാതെ പഠിച്ചു. കണ്ണാടിയുടെ മുന്നിൽ വെച്ച് പല ആവർത്തി ഇങ്ങനെ പറഞ്ഞു നോക്കി. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ പിറ്റേന്ന് ഞായറാഴ്ച ഇത് പറയാൻ വേണ്ടി പുള്ളി പഠിച്ചു റെഡിയായിട്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ച അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോ പള്ളിയിൽ ധാരാളം ആളുകളുണ്ട്. 10,000 ആളുകൾക്ക് ഇത് 2,000 കണ്ണുകളിൽ കുറിച്ച് നോക്കിയാണ്. അപ്പോ പുള്ളിയുടെ കിളി പോയി എന്ന് വെച്ചാല് കയ്യിൽ അതൊക്കെ മറന്നുപോയി. അപ്പൊ പുള്ളി പഠിച്ച പ്രസംഗത്തിന്റെ ഫസ്റ്റ് വരി പറഞ്ഞു. ഫസ്റ്റ് വരി ഇതാണ്, ബിഹോൾഡ് ഐ ആം കമ്മിങ്. അതായത് ഞാനിതാ വരുന്നു എന്നുള്ള ഒരു ബൈബിളിലെ ഒരു വചനമാണ് പുള്ളി പറഞ്ഞു, ബിഹോൾഡ് ഐ ആം കമ്മിങ്. യെസ്, പക്ഷേ പിന്നെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾക്കും ഇത് അനുഭവം ഉണ്ടാവും. പലതും പഠിച്ചൊക്കെ പോയിട്ട് ആദ്യത്തെ വരി മാത്രം കിട്ടും, പിന്നെ കിട്ടാതെ കാരണം. അപ്പൊ ഇവിടെയും ഈ പുള്ളിക്ക് പിന്നത്തെ വരി കിട്ടുന്നില്ല. പുള്ളി ഒരു പ്രാവശ്യം കൂടി അത് തന്നെ പറഞ്ഞു നോക്കി, ബിഹോൾഡ് ഐ ആം കമ്മിങ്. ബാക്കി കിട്ടുന്നില്ല. വീണ്ടും പുള്ളി എന്ത് ചെയ്തു? ബിഹോൾഡ് ഐ ആം കമ്മിങ്. മൂന്നാമത് അത് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും സ്റ്റേജിൽ കയറി നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള പല ആളുകളെയും കാണും. ടെൻഷൻ വരും, വാക്കുകൾ വരില്ല, തൊണ്ടയെ വരളത് പോലെ തോന്നും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. അപ്പൊ അതൊക്കെ തന്നെ ഇവിടെ ഈ പുള്ളിക്ക് പറ്റും. പുള്ളി തൊട്ടു മുന്നിലിരിക്കുന്ന മൈക്കിൽ കയറി പിടിച്ചു. മൈക്കും ഈ അച്ഛനിൽ നിന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അങ്ങനെ പുള്ളി അവിടെ കുളിഞ്ഞു വീഴുകയാണ്. വീണപ്പോ തൊട്ടു മുന്നിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്ന പ്രായമായ സ്ത്രീ അവരുടെ ശരീരത്തിലേക്കാണ് വീണത്. അപ്പൊ അവര് പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് അവരെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ അന്ന് പ്രസംഗമില്ലാതെ ആ സെറിമണി അവസാനിച്ചു. വൈകുന്നേരമായപ്പോ ഈ അച്ഛന് ഭയങ്കര വിഷമമായി. ഞാൻ കാരണം പാവം ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, ചെന്നൊന്ന് ക്ഷമ പറയാം എന്ന് കരുതിയിട്ട് പുള്ളി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ സ്ത്രീയോട് ക്ഷമ പറയാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോ ആ സ്ത്രീയുടെ തനിമാടന്മാരായ ആമക്കൾ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇദ്ദേഹം അകത്തേക്ക് ചെന്നിട്ട് ആ ലേഡിയോട്, ആ ചേട്ടത്തിയോട് പറഞ്ഞു, അതെ എനിക്കൊരു അബദ്ധം പറ്റിയത്. ഞാൻ കാരണമാണ് ചേട്ടത്തി ഇങ്ങനെ കാലൊക്കെ പൊക്കി വെച്ച് മുകളിലാക്കി കിടക്കുന്നത്.
എന്നോട് ക്ഷമിക്കണം. അപ്പൊ ആ ചേട്ടത്തി തിരിച്ചു പറഞ്ഞു, അതിന് അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് മുഴുവൻ ചെയ്തത് ആരാണ്? ഞാനാണ്. അപ്പൊ അച്ഛൻ സാക്ഷിയായി. അല്ല, അച്ഛൻ 3 പ്രാവശ്യം അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു. എന്നിട്ടും അവിടെ നിന്ന് മാറാതെ മുന്നിൽ തന്നെ നിന്ന ആളാരാണ്? ഞാനാണ്. അപ്പൊ തെറ്റ് ചെയ്തത് ആരാണ്? അച്ഛനല്ല, ഞാൻ. അപ്പൊ എന്റെ അഹങ്കാരത്തിനാണ് എനിക്കിത് കിട്ടിയത് എന്ന് പറയും. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റിലായിരിക്കില്ല അത് വേറെ ആൾക്ക് മനസ്സിലാവും. അത് വേറൊരു രീതിയിലായിരിക്കും മനസ്സിലാവുക. ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഗതി ഇതുപോലെ തന്നെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കോൺഫിഡൻസ് ലെവലിലാണ് പറയുന്നതെങ്കിലും ചിലപ്പോൾ അവർക്ക് അതൊരു അഹങ്കാരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന മറുപടികളിൽ കറക്റ്റ് അല്ല, എഴുതി തയ്യാറാക്കി കാച്ചി കുടിക്കുന്ന സ്റ്റഡിയിലായിട്ട് നമ്മളാണ് പ്രസന്റ് ചെയ്യുന്നത്. യെസ്, ആകാശത്തിന്റെ കീഴിലുള്ള എന്ത് വിഷയത്തെ കുറിച്ചും ഒരു ഇന്റർവ്യൂവിൽ അവർ നമ്മളോട് ചോദിക്കും. യെസ്, അപ്പോ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് ഒരു ബാധ്യസ്ഥ നമുക്കുണ്ട്. ഞാൻ 1-2 ടിപ്പ് നിങ്ങൾക്ക് പറയുകയാണ്. ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേര്, ആ പേരിന്റെ പ്രത്യേകത അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കും. അതൊരു മസ്റ്റായതായി. ചിലപ്പോൾ ചില പേരിന്റെ ഡിക്ഷണറിയിൽ ഒരു മീനിങ് ഉണ്ട്. ഇപ്പൊ എന്റെ പേര് ജോബ് എന്നാണ്. ഈ ജോബ് എന്ന് പറയുന്ന വേർഡിന് ഒരു മീനിങ് ഉണ്ട്, ദ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്, ദീർഘക്ഷമയുള്ളവർ എന്നർത്ഥം. യെസ്, നമ്മളൊരു ക്ഷമയുള്ള മനുഷ്യനാണ്. യെസ്, എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. അപ്പോൾ ചില വാക്കുകൾക്ക് ഡിക്ഷണറി മീനിങ്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ ആ വേർഡ് തന്നെ മീനിങ് ഉണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള കാരണം, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവം പറയാം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മീറ്റിംഗിൽ ഞാൻ സ്വാഗത പ്രസംഗം പറയും. അപ്പൊ സ്വാഗത പ്രസംഗം ഞാൻ പറഞ്ഞപ്പോ പ്രിൻസിപ്പൽ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് ഈ പ്രിൻസിപ്പൽ, അദ്ദേഹം അന്ന് പ്രിൻസിപ്പൽ ആയിരുന്നില്ല, ഞാൻ എന്നെ പഠിപ്പിച്ച പ്രൊഫസറായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പഴയകാല കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി ഞാനൊരു പ്രസംഗം നേരിട്ട് പറഞ്ഞു. ഇനിവേ ഇപ്പൊ പ്രിൻസിപ്പൽ അത് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ പുള്ളി എല്ലാം ഒന്ന് നോട്ട് ചെയ്തു. അത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും സ്ഥലത്ത് 2 കോളേജിലെ ഏറ്റവും നല്ല മിടുക്കന്മാരായ 2 പേരായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരാള് ഞാനായിരിക്കും. ഐ ആം ദ നോമിനി ഓഫ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന്റെ നോമിനി ആയിട്ട് ഞാൻ വരും. ഞാൻ വലിയ കാര്യമുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പോയിട്ടുള്ള ക്ലാസ്സുകളിൽ, പങ്കെടുത്തിട്ടുള്ള പരിപാടികളിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ സംഗതി ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡ് ഫേസ് ചെയ്യേണ്ടതെന്ന് പറയുന്ന 2 ക്ലാസ്സുകൾ ഞാൻ പങ്കെടുത്തു. അത് എനിക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട് ജീവിതത്തിൽ. യെസ്, അന്ന് അവർ പറഞ്ഞു തന്ന ടെക്നിക്കൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ സംഗതി. നിങ്ങളെപ്പോഴും നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേരിന്റെ പ്രത്യേകത അത് മനസ്സിലാക്കിയിരിക്കണം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുന്നു. തൃശ്ശൂർ ജില്ലയിൽ ഒരു PSCയുടെ ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുത്തിരുന്നു. PSC ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ജില്ലാ PSC ഓഫീസറുണ്ട്, PSC മെമ്പർ ഉണ്ട്, പിന്നെ വേറെ 2 പേരൊക്കെ ഉണ്ട്. യെസ്, ഞാൻ കയറി സർട്ടിഫിക്കറ്റ് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി അത് പരിശോധിച്ചു. നോക്കി കഴിഞ്ഞതിന് ശേഷം ആ PSC മെമ്പർ എന്നോട് ചോദിച്ച ചോദ്യം, യുവർ നെയിം ഈസ് ജോ, ഹു ഈസ് ജോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് ചോദിച്ചത്, ഹു ഈസ് ജോ. അപ്പൊ വിദ്യ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. അപ്പൊ വിദ്യയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹു ഈസ് വിദ്യ? ആരാണ് വിദ്യ? യെസ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ, പക്ഷെ ഞാനിത് പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു. ഐ വാസ് വെൽ പ്രിപ്പയർഡ്, ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് മറുപടി പറയാൻ പറ്റി. അങ്ങനെ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മറുപടിയെ ബേസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. യെസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ പേരിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആ പേരിന്റെ മീനിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ പേരിൽ പ്രശസ്തരായ വേറെ ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഇപ്പൊ നിങ്ങളുടെ പേര് ധോണി എന്നാണ്, അപ്പോ വേറൊരു ധോണിയുണ്ട്, MS ധോണി. അപ്പോ ആ സെയിം പേരുകളിൽ ആ പേരുമായി ബന്ധപ്പെട്ട് പ്രശസ്തരായ ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കും. കാരണം അതെല്ലാം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, ഞാൻ ഇതിന്റെ മുഴുവനായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പോകാൻ നോക്കട്ടെ. നമ്മിനി 10 മാസം ഒരുമിച്ച് കാണാനുള്ള ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചിട്ട് കുറച്ച് നേരം എന്നിട്ട് അവിടെ അങ്ങനെ പറയും. യെസ്, അങ്ങനെ നമുക്ക് അവിടെ അവതരിപ്പിക്കാം. യെസ്, ഇതിന്റെ അകത്ത് ഇപ്പോ അഹില്യ അസ്ലാം. അഹില്യ, Sir, how are you? fine, sir. Very good, very good. Where are you from? I'm coming from Kollam. You are coming from Kollam. Yes, very good, very good, very good. Yes. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ അഹില്യ പങ്കെടുക്കുമ്പോൾ അഹില്യോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഹോബി? അഹില്യ എന്ന് പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു, റീഡിങ്. യെസ്, ഓക്കെ, അവിടെ നിൽക്കേണ്ട. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. ഇത് ഒരു നിങ്ങൾക്ക് റീഡിംഗ് ആണ് ഹാബിറ്റ് എങ്കിൽ നിങ്ങൾ റീഡിംഗ് എന്ന് പറയും. റീഡിംഗ് ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് റീഡിംഗ് എന്ന് പറയും. ഇത് നമ്മുടെ ഇന്റർവ്യൂവിലെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആണ്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ഒപ്പം വീഴും. വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്? നമ്മൾ റീഡിംഗ് എന്ന് പറഞ്ഞു പോയില്ലേ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ വീഴണം. വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്? നിങ്ങൾ എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നത്? അപ്പോ നമ്മൾ വെയിറ്റ് കിട്ടാൻ വേണ്ടി പറയും ഐ റീഡ് ഓട്ടോബയോഗ്രഫി, അല്ലെങ്കിൽ ഐ റീഡ് നോവൽ. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു 5-8 നോവലിന്റെ പേരുകൾ പറയും, ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയും. ഇതൊക്കെ വായിച്ചിട്ട് തോന്നിവെക്കും. നമ്മൾ വായിച്ചിട്ട് പോയിട്ട് കണ്ടിട്ട് പോലുമില്ല. ലാസ്റ്റ് അവർ ചോദിക്കും, നെയിം ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് യു ഹാവ് റെഡ് ലാസ്റ്റ്. നിങ്ങൾ അവസാനം വായിച്ച ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ സംഗതി കണ്ടിട്ടില്ല, അപ്പൊ തന്നെ നമ്മൾ നുണ പറഞ്ഞു എന്നുള്ള സംഗതി വരും. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ കിടന്ന് പഠിച്ചുവിടും. അത് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ കൃത്യമായിട്ട് ഉത്തരം പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ക്ലിയർ പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാനായിരിക്കുന്നു, പക്ഷെ റീഡിങ് ആയിരിക്കണം. അല്ലാതെ കയറിയിട്ട് നിങ്ങൾ കയറി റീഡിങ് പറയരുത്. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന ഉത്തരം അനുസരിച്ചാണ് അടുത്ത ചോദ്യം വരുന്നത്. യെസ്, അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അടി പോകും. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇപ്പോ അനു ജിനീഷിനോട് ഇന്റർവ്യൂ ചോദിച്ചു, സ്പോർട്സിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. അനുവിനാണെങ്കിൽ സ്പോർട്സ് താല്പര്യമില്ലാത്ത വിഷയമാണ്. അപ്പോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു. അനു മറുപടി പറഞ്ഞു ഐ ഡോണ്ട് നോ സർ എന്ന് പറഞ്ഞു. രണ്ടാമതും ഇതേ സ്പോർട്സിന് അടുത്ത് വെച്ചു. അപ്പൊ അനുവിന്റെ മനസ്സിലായിരുന്നു ഫസ്റ്റ് ഞാൻ ഐ ഡോണ്ട് നോ പറഞ്ഞു കഴിഞ്ഞതാണ്. രണ്ടാമത്തെ ചോദ്യം സ്പോർട്സിൽ തന്നെ വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ഐ ഡോണ്ട് നോ പറയുന്നു. അപ്പൊ തന്നെ അനുവിന്റെ മനസ്സിന്റെ ആ പവർ ഒന്ന് ഡൗൺ ആവും, കോൺഫിഡൻസ് എടുത്തു. രണ്ടെണ്ണം ഇപ്പൊ ഞാൻ ഐ ഡോണ്ട് നോ പറഞ്ഞു. ജോലി കിട്ടുമോ, ടെൻഷനായി. യെസ്, അപ്പൊ അങ്ങനെ ടെൻഷൻ കയറി വരും. അവിടെ ഉപയോഗിക്കാവുന്ന വേറൊരു ടിപ്പുണ്ട്. രണ്ടാമത്തെ ഐ ഡോണ്ട് നോ അനു പറയുമ്പോ അതിന്റെ കൂടെ അനു എന്ത് ചെയ്യണം, യു മസ്റ്റ് ആഡ് 1 more sentence. ഒരു സെന്റൻസും കൂടി ആഡ് ചെയ്യണം. സർ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എനിക്ക് സ്പോർട്സിനോട് അധികം താല്പര്യമില്ല. കാരണം ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നിങ്ങളുടെ ടാലന്റ് എവിടെയാണ് കിടക്കണമെന്ന് അറിയാൻ പാടില്ല. നിങ്ങളത് സ്പെസിഫൈ ചെയ്ത് പറയണം, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അടുത്ത ചോദ്യം വരുന്നത് എവിടെ നിന്നായിരിക്കും, ആ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധം. നിങ്ങളുടെ ടാലന്റ് എവിടെയാണോ അത് പറയുന്നു. അങ്ങനെ നമ്മൾ പറയുമ്പോൾ കുറച്ചെങ്കിലും ആ വശത്തുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. യെസ്, അപ്പൊ നല്ല ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫീൽഡിലേക്ക് ഇന്റർവ്യൂവിൽ നിൽക്കുന്ന ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് നമുക്ക് എത്തിക്കണം. രണ്ടാമത്തെ ഐഡോറിനോടൊപ്പം എന്ത് ചെയ്യണം, ഒരു സെന്റൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യും. ഞാൻ പറയുന്നത് വരുന്നത് അവർക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല, എവിടെയാണ് നമ്മുടെ കഴിവെന്ന് ഒന്നും അറിയില്ല അവർക്ക്. എങ്ങനെ ചോദിക്കാൻ, ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റാത്ത വിഷയവുമാണെങ്കിൽ അവരുടെ ചോദ്യം കൊടുത്തത്. യെസ്, അപ്പൊ ഇതുപോലെ
നേരിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിലൊക്കെ ഇന്റർവ്യൂലൊക്കെ പോയി ഇന്റർവ്യൂല് ഇരിക്കുന്ന സാറന്മാരൊക്കെ അന്ന് ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ അവര് അവരുടേതായ കുറെ എക്സ്പീരിയൻസുകൾ പറയും. ഇന്റർവ്യൂ പോലുള്ള കണ്ട സംഭവങ്ങളെ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറയും. യെസ്. അപ്പൊ നിങ്ങളാണ് സ്കൂൾ നടത്തുന്നത് വിചാരിക്കും. ആരെങ്കിലും നിങ്ങൾ അവിടെ എടുത്ത് വെക്കും. നിങ്ങൾ യു ആർ ദ മാനേജർ, യു ആർ ദ ഓണർ, യു ആർ ദ സോൾ പ്രൊപ്പറൈറ്റർ ഓഫ് ദ സ്കൂൾ. നിങ്ങളാണ് അതിന്റെ മെയിൻ ആളെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എടുത്ത് വെക്കും. നല്ല ആൾക്കാരെ എടുത്ത് വെക്കുള്ളൂ. ചിന്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏബിൾ ആണെന്ന്, കഴിവുള്ളവരാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ആ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളിലൂടെയാണ് ഈ 10 മാസക്കാലത്തിനുള്ളിൽ നമ്മൾ കടന്നു പോകുന്നത്. യെസ്. അപ്പൊ നമുക്ക് എന്തെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ അതിലൊക്കെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. റെഡിയാക്കി എടുത്ത് കുറച്ചുകൂടി നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ടാലന്റ് ഒക്കെ ആക്കിയെടുത്ത് കഴിഞ്ഞ ഒരു ക്ലാസ്സിലായിട്ട് നമ്മുടെ MD വിദ്യാർത്ഥി പറഞ്ഞാണ്. അപ്പൊ അത് ക്ലാസ് എടുത്തുണ്ടെങ്കിൽ സാറേ എനിക്ക് ഭയങ്കര പേടിയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. പക്ഷെ അതെല്ലാം പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പ്രശ്നം. സാറേ എനിക്ക് സാറിനോട് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറൊരാളോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ പിന്നെ എനിക്ക് വാക്കുകൾ കിട്ടും. ഇവിടെ എനിക്ക് പറയാനായിട്ട് എനിക്ക് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. ക്ലാസ്സിൽ പറയാൻ എനിക്ക് യാതൊരു, പക്ഷെ എനിക്ക് അങ്ങനെ വേറെ ആളോട് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. യെസ്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ 10 മാസം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം വെച്ച് നമുക്ക് കാണാം. കുറച്ച് ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷ് ഗ്രാമറും ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ളത് ബന്ധപ്പെട്ടോ നമ്മൾ വളരെ രസകരമായിട്ട് തമാശ രീതിയിലൊക്കെ നമ്മൾ പഠിച്ച് പോകും. അറിയാത്ത രീതിയിലല്ല പഠിച്ചത്. നിങ്ങൾക്ക് അറിയാവുന്ന പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പം വിഷമിക്കേണ്ടതില്ല. ഞാൻ ഒരിക്കലും പറയുന്നു, ജീവിതത്തിലെ വിജയവും പരീക്ഷയിലെ വിജയവും രണ്ടാണ്. അപ്പൊ പരീക്ഷയിൽ വിജയിക്കാത്തവര് നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, സോ വി വിൽ മീറ്റ് ട്വൈസ് ഇൻ എ വീക്ക്. ഓക്കെ, ഇത് ആദ്യത്തെ ദിവസമായതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് ഒന്നും കിടക്കാതെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടൽ മാത്രം നടത്തി. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ടാലന്റിനെ കൊണ്ട് വർദ്ധിപ്പിച്ച് ഇവിടെ കൂടി തെരഞ്ഞെടുത്ത് ഏറ്റവും കുറഞ്ഞത് ഇന്റർവ്യൂലിരിക്കുന്ന ആൾക്ക് കുഴപ്പമില്ല. ടീച്ചർ ഇപ്പൊ ടെൻഷൻ കൊണ്ടാണ് അങ്ങനെ ആയത്. ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്നെങ്കിലും ഒരു തോന്നൽ നമുക്ക് അവന്റെ ഉണ്ടാക്കിയെടുക്കണ്ടേ? യെസ്, അതെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. I will cooperate with you and you also cooperate with me. Okay? Yes, we will meet twice in a week. Okay? Bye. Okay, thank you, sir. Thank you, sir. Thank you, sir.